ഈ പണ്ടുള്ളവർ പറയും ഈ സ്ത്രീകളുടെ ശാപം ഏറ്റുവാങ്ങരുതെന്ന്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ അടുത്തയിടെ ഒരു 3-4 മാസമായിട്ട് കുറേ സ്ത്രീകൾ കിടന്ന് കരച്ചിലും വീഴ്ചിലും അവർ ശപിക്കുന്ന വാക്കുകളൊക്കെയാണ് നമ്മുടെ സർക്കാരിനെതിരെ ഉയർത്തുന്നത്. അത് എത്ര ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീകളുടെ ശാപം, സ്ത്രീകളുടെ കണ്ണുനീര് സർക്കാർ ഏറ്റെടുത്താൽ അവർക്ക് ചില തിരിച്ചടികളൊക്കെ കിട്ടും. ഇപ്പം ആശാ വർക്കേഴ്സിൻ്റെ ആയാലും CPI ഉദ്യോഗാർത്ഥികളുടെയൊക്കെ ആണെങ്കിൽ അവർ പല രീതിയിലുള്ള സമരങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷം വരുന്നത്. പക്ഷെ ആഘോഷം പുറപ്പെടുവിച്ചപ്പോൾ തന്നെ പലവിധ തടസ്സങ്ങളാണ് ഉണ്ടായത്. ആഘോഷത്തിൻ്റെ ഇടയിലാണ് വിഴിഞ്ഞത്തിൻ്റെ ഒരു ഉദ്ഘാടനവും അല്ലെങ്കിൽ വിഴിഞ്ഞം ഇന്ത്യക്ക് സമർപ്പിച്ച ചടങ്ങുകളും ഒക്കെ നടത്തിയത്. അപ്പം ആ ഒരു സന്ദർഭം, ആ ഒരു ചടങ്ങിൽ തന്നെ 8 നിലയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ഈ വന്ന ഒരു പിണറായിയുടെ ഒരു പ്രഭാവം അങ്ങ് അണഞ്ഞു പോവുകയാണ് ചെയ്തത്. പണ്ടൊക്കെ പിണറായി വിജയൻ വരുന്നു, മുഖ്യമന്ത്രി വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിറഞ്ഞ സദസ്സൊക്കെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേനൽക്കാലം ആയതുകൊണ്ടാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ എത്ര വേനൽക്കാലമാണെങ്കിൽ എരുതി വെയിലിലും അന്നൊന്നും ഈ പറഞ്ഞോണം ഫാനുകളുള്ള ഇവരുടെ സ്റ്റേഡിയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പണ്ട് കാലങ്ങളില്ലായിരുന്നു. ആ വെയിലത്ത് തന്നെ അത്രയേറെ CPM പ്രവർത്തകർ അല്ലെങ്കിൽ ഈ പറഞ്ഞോണം അണികൾ കൂടുമായിരുന്നു ഓരോ പ്രഭാഷണങ്ങൾക്ക്. അത് EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലത്തും EK നായനാരുടെ കാലത്തും VS അച്യുതാനന്ദൻ്റെ കാലത്തും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നിറഞ്ഞ സദസ്സായിരുന്നു, ഒരു സാന്നിധ്യം തന്നെ. ഒരുപക്ഷെ പിണറായിയുടെ ആദ്യ കടക്കൽ തന്നെ, അതായത് ഒരു അവർ വന്ന ഒരു സന്ദർഭത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നിറഞ്ഞ സദസ്സും ഈ മുദ്രാവാക്യ വിളികളും ഒക്കെ നമുക്ക് കാണാറുണ്ട്. അത് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു ഊർജ്ജമാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായാലും കുറച്ച് കാലങ്ങളിലായിട്ട് പിണറായി വരുമ്പം ആൾക്കാർക്ക് 500 രൂപയും കൊടുത്ത് ഇനി സാരിയും കൊടുത്താൽ പോലും ഒരു സ്ത്രീകളെ പോലും കിട്ടത്തില്ല. ആശാ വർക്കേഴ്സിനെ പണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഇതൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. ഈ തൊഴിൽ മറ്റേ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ സംഘടനകളിലെയൊക്കെ കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിക്കുന്ന ചില സ്ത്രീകളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങൾ വന്നില്ലെങ്കിൽ ഇത്ര രൂപ ഫൈൻ അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തരത്തില്ല, അതാണ്. പിന്നെ ആശാ വർക്കേഴ്സിനോട് ഭീഷണി, അങ്ങനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തി. ഇപ്പം അത് നടക്കാത്ത ഒരു സന്ദർഭമായി. 500 രൂപയല്ല, ഇനി 1000 രൂപ കൊടുത്താലും ആരും വരാത്ത ഒരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും 4ാം വാർഷിക ആഘോഷത്തിന് അവസാനം വേടനെ വരെ ഇറക്കേണ്ടി വന്നു. ആ വേടന് വരെ വിലയുണ്ടായിരുന്നു. ഇന്നാൾ വന്ന ഒരു റാപ്പ് സിംഗർ ഈ കാലത്തിൽ പൊങ്ങി വന്ന ഒരു കഞ്ചാവ് കേസിലെ പ്രതിയായ റാപ്പറായ വേടന് വരെ വിലയുണ്ടായിരുന്നു. ഇടുക്കിയിൽ വലിയ ജനത്തിരക്കായിരുന്നു. അപ്പം പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ ആളില്ലെങ്കിൽ ഇനി അങ്ങറവായിരിക്കുന്ന കേൾക്കണ്ടേ എന്ന് കരുതി എന്തായാലും 10 ലക്ഷം രൂപയായിരിക്കും വേടൻ്റെ, എനിക്ക് തോന്നുന്നു. ഒരു ദിവസത്തെ ചാർജ് 10 ലക്ഷം രൂപയാണ്. അത് കൊടുത്താലും വേണ്ടിയല്ല, മുഖ്യമന്ത്രിയുടെ വായിരിക്കുന്ന കേൾക്കണ്ട എന്ന് കരുതി വേടനെ വരെ ഇറക്കിയാണ് ഇപ്പോൾ ഇവരുടെ വാർഷിക പരിപാടികളൊക്കെ നടത്തുന്നത്. ഇനി ഇപ്പം വേടൻ്റെ കഴിഞ്ഞ് ഇനി അടുത്ത ആരെയാ, ഓരോ ജില്ലയിലും ഓരോ ആൾക്കാരെയാണല്ലോ ഇറക്കുന്നത്. ഇനി ആരെയാണെന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സിനിമാ പ്രവർത്തകരെയും നടന്മാരെയും നടിമാരെയൊക്കെ ഇറക്കി വേണം ഇപ്പോൾ ജനങ്ങളെ കൊണ്ടുവരാൻ എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ CPM പാർട്ടി എത്തിയിരിക്കുക. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തായാലും 4ാം വർഷം ഇങ്ങോട്ട് ആഘോഷം തുടങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നം വന്നത്. വിഴിഞ്ഞം മോദി വന്ന് അലക്കി എടുത്ത് ഉടുത്ത് കോൺഗ്രസ്സുകാരും എല്ലാം ഉടുത്ത് ജനങ്ങളും എല്ലാം ഉടുത്തപ്പോഴത്തേന് അതിൻ്റെ ആ ഒരു പ്രഭാവം അങ്ങ് പോയി. പിന്നെ അവസാനം വേടനെ ഇറക്കിയത്. വേടൻ്റെ ഇത് അങ്ങോട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ യുദ്ധം പൊട്ടിപ്പുറം. യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം ഇവരുടെ ആഘോഷ പരിപാടികളുമായിട്ട് ഇരുന്ന നാട്ടുകാർ ഇനി ഇപ്പം കിളിമാനൂർ വേടം വരാത്തതുകൊണ്ട് ചെളിവാരി എറിയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി അത്തരത്തിൽ വല്ല സദസ്സിലെങ്ങാണ് ഇവർ വന്നിരിക്കും, വല്ല ചെളിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വാരി എറിയോ എന്ന് കരുതി എന്തായാലും തൽക്കാലം അത് നിർത്തലാക്കി. ഇന്നലെ വെടിനിർത്തൽ ഉണ്ടായി. ഉടനെ തന്നെ നമ്മുടെ മുഖ്യൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു വെടി നിർത്തി. എന്തായാലും വലിയൊരു ആശ്വാസമായി. ഇനിയെങ്കിലും ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു പദ്ധതി ഉണ്ടല്ലോ, മറ്റേ വാർഷിക പരിപാടി, അത് ഇനിയെങ്കിലും നടത്താലോ എന്നുള്ള തരത്തിൽ വീണ്ടും ഞങ്ങളുടെ വാർഷിക വാർഷികത്തിൻ്റെ ആഘോഷ പരിപാടികൾ തുടരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഇപ്പോൾ ഏതാണ്ട് വീണ്ടും അതിർത്തിയിൽ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ശുഭമാണ്. എന്തായാലും വാർഷിക പരിപാടികൾ തുടരുന്നു. എന്ത് തന്നെയാലും ഈ വാർഷിക പരിപാടികളുടെ ഇടയിൽ വലിയൊരു സംഗതി കൂടി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെയുള്ള ചർച്ചകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 21-ന് ദി ലെജൻഡ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി റിലീസ് ചെയ്യുന്നുണ്ട് CPM ഈ പാർട്ടി. അത് വലിയൊരു ലെജൻഡിൻ്റെ വലിയൊരു ജീവിത ചരിത്രം തന്നെയാണ്. എല്ലാവരും കാണേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ അതിന് നല്ല റിവ്യൂ ഒക്കെ ആയിരിക്കും. കാരണം ഇതെല്ലാവർക്കും കാണണം, ഇത് എന്താണെന്നുള്ള അറിയണമല്ലോ, പിണറായി എന്താണെന്നുള്ള അറിയണമല്ലോ.
പക്ഷെ അത് മൊത്തം കള്ളത്തരമായിരിക്കും. ഒരു സിനിമ മോഡലിലായിരിക്കും ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ഇത് അല്ലെങ്കിൽ പച്ചയായ മനുഷ്യന് പച്ചയായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം പറയാൻ പറ്റത്തില്ല. കാണിച്ചു കൂട്ടിയ കള്ളത്തരങ്ങളും വെട്ടുകുത്തു കൊലപാതകങ്ങളും അല്ലെങ്കിൽ കാണിച്ചു കൂട്ടിയ അക്രമങ്ങളൊന്നും ആരും പുറത്തു പറയത്തില്ല. എല്ലാവരും അവരുടെ നല്ല സ്വഭാവങ്ങളും നല്ല രീതിയല്ലേ പുറത്തു വരും. ഒരു മനുഷ്യൻ്റെ ഏതൊരു മനുഷ്യനും ചീത്ത വശങ്ങളുണ്ട് അല്ലേ? നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനും തൻ്റെ ചീത്ത വശം പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കത്തില്ല. അപ്പം ഇതിൽ ലെജൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്ത് ലെജൻഡ്, ഏത് കാര്യത്തിലാണ് ഇദ്ദേഹം ലെജൻഡ് എന്നുള്ളതാണ് ഞാനും ആലോചിക്കുന്നത്. എന്ത് തന്നെയാലും പോട്ടെ, ഇനി ലെജൻഡ് ആയിക്കോട്ടെ. ലെജൻഡ് എന്നുള്ളൊരു ഡോക്യുമെൻ്ററി വരുമ്പോൾ എന്തായിരിക്കും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്, എന്താണ് ഇതിനകത്ത് ഉള്ളതെന്ന് എനിക്ക് ആകാംക്ഷയുണ്ട്. പിന്നെ ഇത് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടേറിയറ്റ് തൊഴിലാളികളുടെ അസോസിയേഷനാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നത്. സംവിധായകനൊക്കെ ഉണ്ട്. 15 ലക്ഷം രൂപയാണ് ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നത്. 40 ലക്ഷം രൂപയാണ് മൊത്തത്തിലുള്ള ചിലവ്. അതിൽ 40 ലക്ഷം രൂപയിൽ ഈ പറഞ്ഞോണം ഇതിൻ്റെ റിലീസിങ്ങിൻ്റെ അന്ന് വലിയ സംഗീത വിരുന്ന് ഉൾപ്പെടെ വലിയ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഈ മുഖ്യന് പ്രധാനം ഈ ആഘോഷ പരിപാടികളും തൻ്റെ ഈ ഡോക്യുമെൻ്ററി റിലീസിങ് ഡേറ്റുമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ അതിർത്തിയിൽ വെടിവയ്പ് ഉണ്ടായതിൻ്റെ അന്നാണ് AKG സെൻറ്ററിൻ്റെ പാല് കച്ചം നടത്തി. അപ്പം യുദ്ധമൊക്കെ ഒരറ്റം നിൽക്കണം, പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നടക്കണം എന്നുള്ള രീതിയാണ് ഇപ്പോഴും ആ ഒരു പാർട്ടി LDF സർക്കാരിന് ഇപ്പോൾ ഉള്ളത്. കാരണം നമുക്കറിയാം പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്താണ് AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം. നമ്മുടെ മലയാളി പോലും കൊച്ചിക്കാരൻ പോലും മരിച്ച ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ദിവസം തന്നെ കൊണ്ടുവന്ന ആ ദിവസം തന്നെയായിരുന്നു AKG സെൻറ്ററിൻ്റെ പാല് കാച്ചൽ. ഒരു പക്ഷേ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവർ കുറച്ചൊന്ന് ചുരുങ്ങി, അല്ലെങ്കിൽ വലിയ വിപുലമായിട്ടുള്ള ഭയങ്കര ആഘോഷങ്ങളൊക്കെ നടത്തിയേനെ. എന്തായാലും അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിപ്പോൾ ഈ യുദ്ധമൊക്കെ ആയി വന്നപ്പോൾ അവരുടെ ഈ ആഘോഷ പരിപാടികളിൽ അവരുടെ ഈ ദൂർത്തടിയൊന്നും ആൾക്കാരെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ യുദ്ധം നിർത്തണേ എന്നുള്ളൊരു പ്രാർത്ഥനയൊന്നുമല്ല. യുദ്ധം എന്തോ ആയിക്കോട്ടെ, അത് അവിടെ കിടക്കുന്നേ. കേരളത്തിലല്ലോ. ഈ കേരളത്തിൽ AKGയുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു ബോംബ് വീഴുമ്പോഴേ ഇവർ അതിൻ്റെ തീവ്രത എന്താണെന്നുള്ളത് മനസ്സിലാക്കും. ഒരു പക്ഷേ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തായാലും ദ ലെജൻഡ് എന്ന് പറയുന്ന സംഗതി പുറത്തിറക്കാനിരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പുറകിൽ വരുന്നത്, പിണറായി എന്ന് പറയുന്ന വ്യക്തി എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. എന്തായാലും എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും കുടുംബജീവിതവും എല്ലാം അതിനകത്ത് വരുമായിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രൂപമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു അവലോകനം മുഴുവനുമാണ് ഇത് ലെജൻഡ് എന്ന് പറയുന്ന ഒരു ഇതിലുള്ളത്. എന്ത് തന്നെയായാലും ധൂർത്തടിക്ക് യാതൊരു കുറവുമില്ല. എല്ലാം ഇങ്ങനെ ധൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഈ അണയുന്നതിന് മുമ്പുള്ള ഒരു ആളിക്കത്തൽ എന്നുള്ള രീതിയിലാണ് സർക്കാരിൻ്റെ പോക്ക്. പക്ഷേ ഈ അവസാനം ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് എല്ലാ തവണയും LDF സർക്കാർ കൊണ്ടുവരുന്ന ഒരു തന്ത്രമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് കഴിഞ്ഞ തവണ കിറ്റായിരുന്നു, ഇനി ഇത്തവണ ഈ കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞോണം കൂലി അധികമായിട്ട് ഈ ആശാ വർക്കേഴ്സിൻ്റെ പ്രശ്നം, ഇതൊക്കെ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയത്ത് അവർ ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് കുറേ റോഡുകളൊക്കെ ശരിയാക്കി മറ്റേ നഗരവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാമൊക്കെ സെറ്റാക്കി അവർ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കും. കാരണം മലയാളികൾക്ക് അപ്പോഴെന്താണോ കാണുന്നത് അപ്പം കാണുന്നതാണ് നല്ലത്. അത് മലയാളിയുടെ മനസ്സിനെ കൊണ്ടുവന്ന് കൈ കുത്തേണ്ടുന്നത് മനസ്സിൽ ചിന്തിക്കും. പക്ഷെ ആ സമയത്ത് ഇത് മാനസികമായിട്ട് മാറ്റിയെടുത്ത് കുത്തേണ്ടുന്ന ഇപ്പുറത്തോട്ട് കുത്തിക്കാനുള്ള വിവേകം ഈ LDF സർക്കാരിനുണ്ട്, അതിബുദ്ധി തന്നെയുണ്ട്. എന്ത് തന്നെയാലും ഇത് ലെജൻഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അവരുടെ വാർഷിക ആഘോഷം ഇനി ഒരു തടസ്സവും ഇല്ലാണ്ട് നടക്കട്ടെ എന്നും നമുക്ക് ആശിക്കാം.